നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സ്വകാര്യ മേഖല തളർച്ചയിലെന്ന് HSBC PMI ഡാറ്റ. ഉൽപ്പന്ന ആവശ്യകത കുറഞ്ഞതും ഉൽപ്പാദന ചെലവ് ഉയർന്നതും വെല്ലുവിളി. ട്രംപിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സമ്മർദ്ദങ്ങളിൽ വീഴില്ലെന്ന് വ്യക്തമാക്കി പീയൂഷ് ഗോയൽ. വ്യാപാര കരാറിൽ ഭീഷണിപ്പെടുത്തിയുള്ള നിയന്ത്രിക്കൽ നടക്കില്ല. മ്യൂച്വൽ ഫണ്ടുകളുടെ IPO പങ്കാളിത്തത്തിന് നിയന്ത്രണവുമായി സെബി. നിക്ഷേപം ഇനി പൊതു ഇഷ്യൂ സമയത്തും ആങ്കർ നിക്ഷേപക ഘട്ടത്തിലും മാത്രം മതിയെന്ന് നിർദ്ദേശം. ബ്രോക്കറേജ് റഡാറിലേക്ക് എത്തി ഡിഫൻസ് ഓഹരികൾ. മേഖലയ്ക്ക് ഈ വർഷം ലഭിച്ചത് 2.5 ലക്ഷം കോടിയുടെ ഉത്തേജനം. ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര ഉടമ്പടി അന്തിമഘട്ടത്തിലേക്ക്. ചർച്ചകൾ നിയമനിർമ്മാണ നടപടികളിലേക്ക് നീങ്ങുന്നതായി സൂചന. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 344 പോയിന്റ് താഴ്ന്ന് 84,211-ലും നിഫ്റ്റി 96 പോയിന്റ് താഴ്ന്ന് 25,795-ലും അവസാനിച്ചു. വിശദാംശങ്ങളുമായി നിഖിൽ ചേരുന്നു. നിഖിൽ, എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതായത് തുടർച്ചയായിട്ടുള്ള ഒരു 6 ദിനങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് വിപണിയിൽ നടന്നിട്ടുണ്ട്. അത് തന്നെ പരിശോധിക്കുമ്പോൾ ഒരു സെക്ടോറിയൽ പെർഫോമൻസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കൂടുതൽ വ്യക്തമാകും. അതായത് ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ സെക്ടോറിയൽ പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നിഫ്റ്റി ബാങ്കിങ് സൂചികയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ കാര്യമായിട്ട് ഉള്ളൊരു രീതിയിൽ തന്നെയുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം 0.60% ഒരു ഇടിവിലാണ് നിഫ്റ്റി ബാങ്കിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ മികച്ച രീതിയിൽ പെർഫോമൻസ് രേഖപ്പെടുത്തിയിരിക്കുന്ന സെക്ടറുകളൊക്കെ തന്നെ ഇപ്പോൾ FMCG പരിശോധിക്കുകയാണെങ്കിൽ കാണാനും സാധിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഏകദേശം 0.75% ഒരു ഇടിവുണ്ടാകുന്നു. ഈ ഒരു രീതിയിൽ ഈ സെക്ടറുകളിലും വലിയ രീതിയിലേക്ക് ലാഭത്തിലേക്ക് പോയിരിക്കുന്ന ഓഹരികളിലുമൊക്കെ തന്നെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്നിപ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇടിവിലേക്ക് നയിച്ചിരിക്കുന്ന ഒരു പ്രധാന ഘടകം. നിലവിൽ ഇപ്പോഴത്തെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 0.37% ഒരു ഇടിവ്. പോയിന്റ് ടേംസിൽ പറയുകയാണെങ്കിൽ 96.25 പോയിന്റുകൾ ഇടിഞ്ഞ് 25,795 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റി 50യിലെ ഓഹരികളുടെ ഒരു പെർഫോമൻസ് നിലവിലിപ്പോൾ വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ മുൻപൊക്കെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ മെറ്റൽ സൂചികൾ തന്നെയാണ് മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 4% മുകളിലുള്ള നേട്ടമുണ്ടാകുന്നു. ICICI ബാങ്ക് 1% മുകളിലും. ഭാരതി എയർടെൽ പരിശോധിക്കുകയാണെങ്കിൽ 1% ഒരു നേട്ടം രേഖപ്പെടുന്നുണ്ട്. ONGC നോക്കുകയാണെങ്കിലും 1%-ഓളമുള്ളൊരു നേട്ടം. ശ്രീറാം ഫിനാൻസ് 0.78% ഒരു നേട്ടവും രേഖപ്പെടുന്നു. ഇടിവിലേക്ക് വരികയാണെങ്കിൽ ഫാർമ കമ്പനിയായിട്ടുള്ള സിപ്ലയിലാണ് വലിയ രീതിയിലുള്ളൊരു ഇടിവ് നേരിട്ടിരിക്കുന്നത്. സിപ്ല പരിശോധിക്കുകയാണെങ്കിൽ 3.65% ഇടിവ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ പരിശോധിക്കുകയാണെങ്കിൽ 3.31% ഒരു ഇടിവും രേഖപ്പെടുന്നുണ്ട്. അൾട്രാടെക് സിമെന്റ് പരിശോധിക്കുമ്പോൾ 1.93% ഒരു ഇടിവും രേഖപ്പെടുന്നു. ശരി നിഖിൽ, മറ്റ് ബിസിനസ് വാർത്തകൾ നോക്കാം. രാജ്യത്തെ സ്വകാര്യ മേഖല തളർച്ചയിലെന്ന HSBC PMI ഡാറ്റ. ഉൽപ്പന്ന ആവശ്യകത കുറഞ്ഞതും ഉൽപ്പാദന ചെലവ് ഉയർന്നതും വെല്ലുവിളിയായി. ഒക്ടോബറിൽ ഇന്ത്യയുടെ സ്വകാര്യ മേഖലയിലെ വളർച്ച 5 മാസത്തിനിടെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കെത്തി. PMI 59.9 കുറഞ്ഞതെന്നും HSBCയുടെ ഫ്ലാഷ് ഇന്ത്യ ഡേറ്റ വ്യക്തമാക്കുന്നു. സെപ്റ്റംബറിലെ 61 നിലവാരത്തിൽ നിന്നാണ് ഈ ഇടിവെന്നും പ്രസക്തമാണ്. ഉൽപ്പന്ന ആവശ്യകത കുറഞ്ഞത് വ്യവസായ മേഖലയുടെ ആത്മവിശ്വാസം ചോർത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഉൽപ്പാദന പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നടക്കം അന്താരാഷ്ട്ര ഡിമാൻഡിലാണ് കുറവ് വന്നിരിക്കുന്നത്. ഇത് കയറ്റുമതിയിൽ പ്രത്യാഘാതം സൃഷ്ടിച്ചു. അതിനിടെ ഉൽപ്പാദന മേഖലയിലെ PMI കഴിഞ്ഞ മാസത്തെ 57.7 നിന്ന് 58.4 ഉയർന്നു. സേവന മേഖലാ സൂചിക കഴിഞ്ഞ മാസത്തെ 60.9 നിന്ന് 58.8 കുറയുകയുമാണ് ചെയ്തത്. താരിഫ് അടക്കം വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദങ്ങൾ, വിപണി സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളും വ്യവസായ മേഖലയെ ബാധിച്ചതായി HSBC പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സമ്മർദ്ദങ്ങളിൽ വീഴില്ലെന്ന് വ്യക്തമാക്കി പീയൂഷ് ഗോയൽ. വ്യാപാര കരാറിൽ ഭീഷണിപ്പെടുത്തിയുള്ള നിയന്ത്രിക്കൽ നടക്കില്ലെന്നും വിശദീകരണം. വ്യാപാര കരാറുകളിൽ ഒപ്പിടാൻ ഇന്ത്യക്ക് തിടുക്കമില്ല. രാജ്യത്തിന്റെ വ്യാപാര തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്ന പങ്കാളികളിൽ നിന്നുള്ള വ്യവസ്ഥകൾ നിരസിക്കുമെന്നും ഗോയൽ പറഞ്ഞു. തീരുമാനങ്ങൾ ദേശീയ താൽപര്യങ്ങൾ അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും.
പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ദീർഘകാല പങ്കാളിത്തത്തിന്റെ അടയാളങ്ങളായാണ് ഇന്ത്യ വ്യാപാര കരാറുകളെ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ തർക്കങ്ങളിൽപ്പെട്ട് അനിശ്ചിതമായി നീളുകയാണ്. കരാർ അന്തിമമാക്കാൻ അതിവേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകവെയാണ് ഗോയലിന്റെ ഈ പ്രസ്താവന. അതിനാൽ തന്നെ നിക്ഷേപകരും ആശങ്കയിലാണ്. വിപണി പ്രവേശനം, പരിസ്ഥിതി മാനദണ്ഡങ്ങൾ, ഒപ്പം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി തുടങ്ങിയ വിഷയങ്ങളിലാണ് തർക്കവും സമ്മർദ്ദവും നിലനിൽക്കുന്നത്. ഈ വിഷയങ്ങളിലാണ് ഗോയലിന്റെ പരോക്ഷ വിശദീകരണവും വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതായത് തുടർച്ചയായിട്ടുള്ള ഒരു 6 ദിനങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് വിപണിയിൽ നടന്നിട്ടുണ്ട്. അത് തന്നെ പരിശോധിക്കുമ്പോൾ ഒരു സെക്ടോറിയൽ പെർഫോമൻസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കൂടുതൽ വ്യക്തമാകും. അതായത് ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ സെക്ടോറിയൽ പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നിഫ്റ്റി ബാങ്കിങ് സൂചികയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ കാര്യമായിട്ട് ഉള്ളൊരു രീതിയിൽ തന്നെയുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം 0.60% ഒരു ഇടിവിലാണ് നിഫ്റ്റി ബാങ്കിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ മികച്ച രീതിയിൽ പെർഫോമൻസ് രേഖപ്പെടുത്തിയിരിക്കുന്ന സെക്ടറുകളൊക്കെ തന്നെ ഇപ്പോൾ FMCG പരിശോധിക്കുകയാണെങ്കിൽ കാണാനും സാധിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഏകദേശം 0.75% ഒരു ഇടിവുണ്ടാകുന്നു. ഈ ഒരു രീതിയിൽ ഈ സെക്ടറുകളിലും വലിയ രീതിയിലേക്ക് ലാഭത്തിലേക്ക് പോയിരിക്കുന്ന ഓഹരികളിലും ഒക്കെ തന്നെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്നിപ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇടിവിലേക്ക് നയിച്ചിരിക്കുന്ന ഒരു പ്രധാന ഘടകം. നിലവിലത്തെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 0.37% ഒരു ഇടിവ്. പോയിന്റ് ടേംസിൽ പറയുകയാണെങ്കിൽ 96.25 പോയിന്റുകൾ ഇടിഞ്ഞ് 25,795 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റി 50യിലെ ഓഹരികളുടെ ഒരു പെർഫോമൻസ് നിലവിലിപ്പോൾ വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ മുൻപൊക്കെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ മെറ്റൽ സൂചികൾ തന്നെയാണ് മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 4% മുകളിലുള്ള നേട്ടമുണ്ടാകുന്നു. ICICI ബാങ്ക് 1% മുകളിലും, ഭാരതി എയർടെൽ പരിശോധിക്കുകയാണെങ്കിൽ 1% ഒരു നേട്ടം രേഖപ്പെടുന്നുണ്ട്. ONGC നോക്കുകയാണെങ്കിലും 1%-ഓളമുള്ളൊരു നേട്ടം. ശ്രീറാം ഫിനാൻസ് 0.78% ഒരു നേട്ടവും രേഖപ്പെടുന്നു. ഇടിവിലേക്ക് വരികയാണെങ്കിൽ ഫാർമ കമ്പനിയായിട്ടുള്ള സിപ്ലയിലാണ് വലിയ രീതിയിലുള്ളൊരു ഇടിവ് നേരിട്ടിരിക്കുന്നത്. സിപ്ല പരിശോധിക്കുകയാണെങ്കിൽ 3.65% ഇടിവ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ പരിശോധിക്കുകയാണെങ്കിൽ 3.31% ഒരു ഇടിവും രേഖപ്പെടുന്നുണ്ട്. അൾട്രാടെക് സിമെന്റ് പരിശോധിക്കുമ്പോൾ 1.93% ഒരു ഇടിവും രേഖപ്പെടുന്നു. ശരി നിഖിൽ, മറ്റ് ബിസിനസ് വാർത്തകൾ നോക്കാം. രാജ്യത്തെ സ്വകാര്യ മേഖല തളർച്ചയിലെന്ന HSBC PMI ഡാറ്റ. ഉൽപ്പന്ന ആവശ്യകത കുറഞ്ഞതും ഉൽപ്പാദന ചെലവ് ഉയർന്നതും വെല്ലുവിളിയായി. ഒക്ടോബറിൽ ഇന്ത്യയുടെ സ്വകാര്യ മേഖലയിലെ വളർച്ച 5 മാസത്തിനിടെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കെത്തി. PMI 59.9 കുറഞ്ഞതെന്നും HSBCയുടെ ഫ്ലാഷ് ഇന്ത്യ ഡേറ്റ വ്യക്തമാക്കുന്നു. സെപ്റ്റംബറിലെ 61 നിലവാരത്തിൽ നിന്നാണ് ഈ ഇടിവെന്നും പ്രസക്തമാണ്. ഉൽപ്പന്ന ആവശ്യകത കുറഞ്ഞത് വ്യവസായ മേഖലയുടെ ആത്മവിശ്വാസം ചോർത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഉൽപ്പാദന പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നടക്കം അന്താരാഷ്ട്ര ഡിമാൻഡിലാണ് കുറവ് വന്നിരിക്കുന്നത്. ഇത് കയറ്റുമതിയിൽ പ്രത്യാഘാതം സൃഷ്ടിച്ചു. അതിനിടെ ഉൽപ്പാദന മേഖലയിലെ PMI കഴിഞ്ഞ മാസത്തെ 57.7 നിന്ന് 58.4 ഉയർന്നു. സേവന മേഖലാ സൂചിക കഴിഞ്ഞ മാസത്തെ 60.9 നിന്ന് 58.8 കുറയുകയുമാണ് ചെയ്തത്. താരിഫ് അടക്കം വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദങ്ങൾ, വിപണി സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളും വ്യവസായ മേഖലയെ ബാധിച്ചതായി HSBC പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സമ്മർദ്ദങ്ങളിൽ വീഴില്ലെന്ന് വ്യക്തമാക്കി പീയൂഷ് ഗോയൽ. വ്യാപാര കരാറിൽ ഭീഷണിപ്പെടുത്തിയുള്ള നിയന്ത്രിക്കൽ നടക്കില്ലെന്നും വിശദീകരണം. വ്യാപാര കരാറുകളിൽ ഒപ്പിടാൻ ഇന്ത്യക്ക് തിടുക്കമില്ല. രാജ്യത്തിന്റെ വ്യാപാര തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്ന പങ്കാളികളിൽ നിന്നുള്ള വ്യവസ്ഥകൾ നിരസിക്കുമെന്നും ഗോയൽ പറഞ്ഞു. തീരുമാനങ്ങൾ ദേശീയ താൽപര്യങ്ങൾ അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും. പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ദീർഘകാല പങ്കാളിത്തത്തിന്റെ അടയാളങ്ങളായാണ് ഇന്ത്യ വ്യാപാര കരാറുകളെ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ തർക്കങ്ങളിൽപ്പെട്ട് അനിശ്ചിതമായി നീളുകയാണ്. കരാർ അന്തിമമാക്കാൻ അതിവേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകവെയാണ് ഗോയലിന്റെ ഈ പ്രസ്താവന. അതിനാൽ തന്നെ നിക്ഷേപകരും ആശങ്കയിലാണ്. വിപണി പ്രവേശനം, പരിസ്ഥിതി മാനദണ്ഡങ്ങൾ, ഒപ്പം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി തുടങ്ങിയ വിഷയങ്ങളിലാണ് തർക്കവും സമ്മർദ്ദവും നിലനിൽക്കുന്നത്. ഈ വിഷയങ്ങളിലാണ് ഗോയലിന്റെ പരോക്ഷ വിശദീകരണവും വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മ്യൂച്വൽ ഫണ്ടുകളുടെ IPO പങ്കാളിത്തത്തിന് നിയന്ത്രണവുമായി സെബി. നിക്ഷേപം ഇനി പൊതു ഇഷ്യൂ സമയത്തും ആങ്കർ നിക്ഷേപക ഘട്ടത്തിലും മാത്രം മതിയെന്നാണ് നിർദ്ദേശം.
മ്യൂച്വൽ ഫണ്ടുകൾ പ്രീ IPO പ്ലേസ്മെന്റുകളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. അതായത് IPO നടപടി ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുൻപ് കമ്പനി ഓഹരികൾ വാങ്ങും. എന്നാൽ ഇത് അപകടകരമാണെന്ന് സെബി പറയുന്നു. കാരണം IPO വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട്. ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികൾ കൈവശം വയ്ക്കുന്നത് വെല്ലുവിളിയാകും. അതിനാൽ നിയമപ്രകാരം മ്യൂച്വൽ ഫണ്ടുകൾക്ക് ലിസ്റ്റ് ചെയ്തതോ ഉടൻ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതോ ആയ ഓഹരികളിൽ മാത്രമേ നിക്ഷേപിക്കാൻ കഴിയൂവെന്നും സെബി വ്യക്തമാക്കി. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരുടെ സുരക്ഷ മുൻനിർത്തിയുള്ള നടപടിയാണിതെന്നും സെബി വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 79,000 കോടി രൂപയുടെ സൈനിക ഉപകരണങ്ങൾ വാങ്ങാനുള്ള നീക്കത്തിന് പിന്നാലെ ബ്രോക്കറേജ് റഡാറിലേക്കെത്തി ഡിഫൻസ് ഓഹരികൾ. മേഖലയ്ക്ക് ഈ വർഷം ലഭിച്ചത് 2.5 ലക്ഷം കോടിയുടെ ഉത്തേജനമാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് സൈനിക ശക്തി ഉയർത്താനുള്ള നീക്കത്തിന് അംഗീകാരം നൽകിയത്. 3 സേനാ വിഭാഗങ്ങൾക്കുള്ള സംവിധാനങ്ങളാണ് വാങ്ങുന്നത്. ഇതോടെ കരാർ കിട്ടാൻ സാധ്യതയുള്ള ഡിഫൻസ് ഓഹരികൾ ബ്രോക്കറേജുകളുടെ ശ്രദ്ധയിലേക്കെത്തി. ഭാരത് ഡൈനാമിക്സ്, BEML, കൊച്ചിൻ ഷിപ്പ്യാർഡ്, പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, യൂണിമെക് എയ്റോസ്പേസ് ആൻഡ് മാനുഫാക്ചറിംഗ്, മസഗോൺ ഡോക്ക്, ഡാറ്റ പാറ്റേൺസ് എന്നിവയ്ക്കായിരിക്കും കരാറിന്റെ നേട്ടം ലഭിക്കുക. ഇതിൽ ഭാരത് ഡൈനാമിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, BEML, സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ, സെൻ ടെക്നോളജീസ്, മസഗോൺ ഡോക്ക് എന്നിവയ്ക്കാണ് നിലവിൽ ബ്രോക്കറേജിന്റെ ബൈ റേറ്റിംഗ് ലഭിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 100 രൂപയും പവന് 800 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,400 രൂപയും പവന് 91,200 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 80 രൂപ കുറഞ്ഞ് 9,320 രൂപയിലാണ് വ്യാപാരം നടന്നത്. അതേസമയം വെള്ളി വിലയിൽ നിന്ന് മാറ്റമില്ല. ഗ്രാമിന് 165 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സ്വകാര്യ മേഖല തളർച്ചയിലെന്ന് HSBC PMI ഡാറ്റ. ഉൽപ്പന്ന ആവശ്യകത കുറഞ്ഞതും ഉൽപാദന ചെലവ് ഉയർന്നതും വെല്ലുവിളി. ട്രംപിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സമ്മർദ്ദങ്ങളിൽ വീഴില്ലെന്ന് വ്യക്തമാക്കി പീയൂഷ് ഗോയൽ. വ്യാപാര കരാറിൽ ഭീഷണിപ്പെടുത്തിയുള്ള നിയന്ത്രിക്കൽ നടക്കില്ല. മ്യൂച്വൽ ഫണ്ടുകളുടെ IPO പങ്കാളിത്തത്തിന് നിയന്ത്രണവുമായി സെബി. നിക്ഷേപം ഇനി പൊതു ഇഷ്യൂ സമയത്തും ആങ്കർ നിക്ഷേപക ഘട്ടത്തിലും മാത്രം മതിയെന്ന് നിർദ്ദേശം. ബ്രോക്കറേജ് റഡാറിലേക്കെത്തി ഡിഫൻസ് ഓഹരികൾ. മേഖലയ്ക്ക് ഈ വർഷം ലഭിച്ചത് 2.5 ലക്ഷം കോടിയുടെ ഉത്തേജനം. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര ഉടമ്പടി അന്തിമഘട്ടത്തിലേക്ക്. ചർച്ചകൾ നിയമനിർമ്മാണ നടപടികളിലേക്ക് നീങ്ങുന്നതായി സൂചന. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.